ബംഗ്ലാദേശുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെ ദില്ലിയിൽ ഒരു നിർണായക കൂടിക്കാഴ്ചയുണ്ട്. അജിത് ഡോവലുമായി ബംഗ്ലാദേശ് സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ റഹ്മാനാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകുന്നതടക്കം ചർച്ചയായി എന്നതാണ് വിവരം. സുനിൽ, നിർണായകമായ കൂടിക്കാഴ്ചയാണ്. അതിൽ തീരുമാനങ്ങളിലേക്ക് എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടോ? അജിത് ഡോവൽ അങ്ങോട്ടേക്ക് ബംഗ്ലാദേശിലേക്ക് പോകുന്നതടക്കം ധാരണയായോ? സുജയ, വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ച തന്നെയായിരുന്നു ഇരു രാജ്യങ്ങളിലെയും സുരക്ഷാ ഉപദേഷ്ടാക്കൾ തമ്മിൽ നടന്നത്. ഏതായാലും ഷെയ്ഖ് ഹസീന നമുക്കറിയാം 2024 ഓഗസ്റ്റ് മുതൽ ഇന്ത്യയിൽ അഭയം തേടിയിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുൻപാണ് ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചുകൊണ്ടുള്ള ട്രൈബ്യൂണൽ വിധി ബംഗ്ലാദേശിൽ നിന്ന് വന്നത്. ഏതായാലും ഷെയ്ഖ് ഹസീനയെ ഉടൻ തന്നെ ബംഗ്ലാദേശിന് കൈമാറണം എന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം നേരത്തെ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു. ഈ കുറ്റവാളികളെ കൈമാറുന്നത് സംബന്ധിച്ച് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ധാരണയുണ്ടെങ്കിൽ പോലും ഷെയ്ഖ് ഹസീനയുടെ കാര്യത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഇന്ത്യ പോകാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നാണ് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സൂചന നൽകുന്നത്. ഇക്കാര്യത്തിൽ ചർച്ചകൾ തുടരാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്നലെ നടന്ന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാക്കളുടെ ഈ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ചയായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ എന്തെങ്കിലും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അജിത് ഡോവലിനെ ഈ ബംഗ്ലാദേശ് സുരക്ഷാ ഉപദേഷ്ടാവ് ഖലീലുർ ബംഗ്ലാദേശിലേക്ക് ക്ഷണിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട്. ഏതായാലും ഷെയ്ഖ് ഹസീനയെ വിട്ടുനൽകുന്ന കാര്യത്തിൽ ഇന്ത്യ എന്തായാലും ഒരു അനുകൂല തീരുമാനം ഉടൻ എടുക്കാനുള്ള ഒരു സാധ്യതയുമില്ല. ശരി, പി ആർ സുനിലാണ് ഡൽഹിയിൽ നിന്ന് ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ പങ്കുവച്ചത്.